എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും വൈകുന്നേരം നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി പോലത്തെ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലൈസും ഇൻട്രാഡേയിൽ എങ്ങനെയൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്, ചാൻസുകളുണ്ട് എന്നുള്ളതും, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഇന്ന് മാർക്കറ്റിൽ നടന്നോ, ഇനി നാളെ എന്താണ് മാർക്കറ്റ്, അപ്പ് സൈഡാണോ ഡൗൺ ട്രെൻഡാണോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇന്നത്തെ മാർക്കറ്റിൽ നിഫ്റ്റി ഒരു സൈഡ് വേ തന്നെയായിരുന്നു. സൈഡ് വേയിലൂടെ ഒരു നെഗറ്റീവിൽ വന്ന് 180 പോയിൻ്റ് മൈനസിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 1 അവറിന് ശേഷം പിന്നീട് ഫസ്റ്റ് ഹാഫ് ഒരു നല്ല 530 പോയിൻ്റോളം മുകളിലേക്ക് വന്നു ബാങ്ക് നിഫ്റ്റി. പിന്നീട് അവിടുന്ന് സൈഡ് വേയിലൂടെ ചെറുതായിട്ട് താഴെ അതായത് ഓപ്പൺ ചെയ്ത സ്ഥലത്ത് നിന്നും ഒരു 37 പോയിൻ്റ് 40 പോയിൻറ്റിൻ്റെ ഉള്ളിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നിഫ്റ്റിയിൽ ഒരു സൈഡ് വേ ആയിരുന്നുകൊണ്ട് അത്യാവശ്യം സ്കാൽപ്പിംഗ് ചെയ്യുന്നവർക്ക് പ്രോഫിറ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ പ്രോപ്പറായ എൻട്രിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർക്ക് ഇന്ന് കാര്യമായിട്ടുള്ള പ്രോഫിറ്റുകളൊന്നും ലഭിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് നാളെ നിഫ്റ്റിയിൽ 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്തായിരിക്കും നാളെ സംഭവിക്കുക എന്നുള്ളത്. ഇപ്പോഴും ഒരു ഡൗൺ ട്രെൻഡിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. നിഫ്റ്റി നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ, ഈ കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് പറയുന്നത് പോലെ, ഏകദേശം ഒരു 5-10% താഴെ വരാതെ മുകളിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ അതിനിടയ്ക്ക് ചെറുതായിട്ട് മുകളിലേക്ക് പോകാം, താഴേക്ക് വരാം. ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ചിലപ്പോൾ നിഫ്റ്റി മുകളിലേക്ക് വന്നുകൂടായികയില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും ഇതുവരെ ഏകദേശം 300 പോയിൻറ്റിൻ്റെ 350 പോയിൻ്റോളം നിഫ്റ്റി ഒരു പക്ഷെ പിന്നീടായിരിക്കും ഇനി വീണ്ടും താഴേക്ക് വരിക. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇനി വീണ്ടും കുറച്ചുകൂടെ താഴേക്ക് വന്ന് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ട്രെൻഡ് ലൈനിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാനാണ് സാധ്യത ഉള്ളത്. അതുവരെ ആ ഗ്യാപ്പ് അങ്ങനെ തന്നെ ഹോൾഡ് ആവാനും സാധ്യതയുണ്ട്. ഇപ്പോഴും ആ ട്രെൻഡ് ലൈനിൻ്റെ ടോപ്പ് ടച്ച് ചെയ്ത് എന്നല്ലാതെ അതിനെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടില്ല. ഇതിനെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്താൽ മാത്രമേ ഇനി നമുക്ക് അടുത്തത് മാർക്കറ്റ് ഇതുവരെ വന്ന് ഇവിടെ നിന്നും സപ്പോർട്ട് എടുത്ത് പോകാനുള്ള സാധ്യതയുള്ളൂ. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിന്നും ഇനി നാളെ വെള്ളിയാഴ്ചയല്ലേ, നാളെ കൂടെ ഇവിടെ വന്ന് ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് പോകാനും മതി. നാളെ തന്നെ പോയിക്കൊള്ളണം എന്നല്ല, വരും ദിവസങ്ങളിൽ നാളെ ഇവിടെ വന്ന് ടച്ച് ചെയ്ത് വരും ദിവസങ്ങളിൽ ഇനി വീണ്ടും മുകളിലേക്ക് തന്നെ പോകാം. അല്ലെങ്കിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട് പിന്നെ വീണ്ടും താഴേക്ക് തന്നെ വരാം. ഏതായിരുന്നാലും നമുക്ക് ഓരോ ദിവസത്തെ അതാത് രൂപത്തിൽ ട്രേഡ് ചെയ്യാം. അപ്പം നിഫ്റ്റിയിൽ നമുക്ക് നാളെ ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യാനുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കാം. 1 അവർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഈ ട്രെൻഡ് ലൈനിന് താഴെ ചെറുതായി വന്ന് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് പിന്നീട് വീണ്ടും ഇവിടെ നിന്ന് മുകളിലേക്ക് തന്നെ പോയി. അപ്പോൾ നമുക്ക് നാളെ 23,950 താഴെ നമുക്കൊരു പ്രോപ്പറായ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. കാരണം നമുക്ക് ഈ ട്രെൻഡ് ലൈൻ ക്രോസ് ചെയ്ത ഉടനെ നാളെ എൻട്രി എടുത്ത് വരാൻ കഴിയില്ല. ഇവിടെ നിന്നും ക്രോസ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് തന്നെ പോയതിനാൽ നമുക്ക് ആ ഒരു ലൈൻ നാളെ ബ്രേക്ക് ചെയ്യേണ്ടി വരും. 23,960. ഇപ്പോൾ 24,117 24,100 ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് മുകളിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും 24,390 നിന്നും മുകളിലേക്കും എടുത്തു പോകാം. അങ്ങനെ മുകളിലേക്ക് എടുത്തു പോകുന്ന സമയത്ത് നമുക്ക് ഈ ഗ്യാപ്പ് വരെ ഹോൾഡ് ചെയ്യാൻ കഴിയും. എത്ര പോയിൻ്റ് എന്ന് ചോദിച്ചാൽ ഒരു 300 പോയിൻ്റ് വരെ നമുക്ക് നിഫ്റ്റിയിൽ ഹോൾഡ് ചെയ്യാൻ കഴിയും. എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് മെയിൻ്റെനൻസ് ചെയ്യണം. പ്രോപ്പറായ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നാളെ നമുക്ക് ഇങ്ങനെ ട്രേഡിംഗ് സെറ്റപ്പ് നടത്താവുന്നതാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വന്ന പോലെ തന്നെയാണ്. ഇന്ന് അത്യാവശ്യം ഒരു അപ്പ് ട്രെൻഡ് കാണിച്ചെങ്കിലും ബാങ്ക് നിഫ്റ്റി എത്ര ദിവസം ഇങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ളത് നമ്മൾ ലൈവ് മാർക്കറ്റിൽ തന്നെ കണ്ടറിയണം. അതേസമയം നമ്മൾ ഇന്നലെ നിഫ്റ്റിയിൽ പറഞ്ഞത് ട്രേഡ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. 23,950 താഴെ 60 താഴെയാണ് ഇന്നലെയും ഇന്ന് വന്നാലും എടുക്കാൻ പറഞ്ഞത്, പക്ഷേ വന്നിട്ടില്ല. അതേസമയം നമ്മൾ ഇന്നലെ പറഞ്ഞത് വാച്ച് ചെയ്തിട്ടില്ല. കാരണം ഇന്നലെ
ഇവിടെ നിന്നാണ് എൻട്രി എടുക്കുക. 23,960 താഴെ പുട്ട് സൈഡും 24,390 മേലെ കാൾ സൈഡുമാണ് പറഞ്ഞത്. അത് രണ്ടും നമുക്ക് ഇന്നും പറ്റിയിട്ടില്ല. ഒരു സൈഡ് വേയിലൂടെ തന്നെയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ. നിഫ്റ്റി ഒരു സൈഡ് വേയിലൂടെ തന്നെയായിരുന്നു. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വീണ്ടും പോവുക. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈൻ ഫോം ആയിട്ടുള്ള കാര്യം എല്ലാ വീഡിയോയിലും ഇപ്പോൾ ഒരു 4-5 ദിവസമായിട്ടുള്ള വീഡിയോയിൽ പറയുന്നതാണ്. നമുക്ക് ഈ ട്രെൻഡ് ലൈനിന് ആനുപാതികമായിട്ട് ഈ ഒരു ക്യാൻഡിൽ നാളെ ഇവിടെ 51,327 51,320 മുകളിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി എടുത്ത് പോകാം. താഴെ വരികയാണെങ്കിൽ ഈ ഒരു സിംഗിൾ പിടിക്കണം. 49,880 താഴെ 49,880 താഴെ ബാങ്ക് നിഫ്റ്റി താഴേക്കും എടുത്തു വരാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ചാനൽ പാറ്റേണിന് അകത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. താഴേക്ക് ക്രോസ് ചെയ്താൽ മാത്രമേ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്താൽ മാത്രമേ ഇനി നമുക്ക് ഒരു ശരിക്കുള്ളൊരു ഡൗൺ ട്രെൻഡ് പ്രതീക്ഷിക്കേണ്ടുള്ളൂ. അതേസമയം നിഫ്റ്റി ഇതിനകത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതും നമ്മൾ ശ്രദ്ധിക്കണം. നിഫ്റ്റി ഈ ചാനൽ പാറ്റേണിന് പുറത്ത് തന്നെയാണ് ഇപ്പോഴും നിലകൊള്ളുന്നത്. അതേസമയം ബാങ്ക് നിഫ്റ്റി ഈ ചാനൽ പാറ്റേണിന് അകത്താണ്. അതുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി ഒരു ഡൗൺ ട്രെൻഡ് ഫോം ആയിട്ടുണ്ട് എന്നുള്ളത് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നാളെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, നാളെയോ വരും ദിവസങ്ങളിലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയെയും കൂടെ കൂട്ടും. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു അതായത് ഇലക്ഷന് മുമ്പുള്ള ഈ ഏരിയ വരെ 46,350 വന്ന് സപ്പോർട്ട് എടുത്തിട്ട് പോകാനായിരിക്കും കൂടുതൽ സാധ്യത. അങ്ങനെയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലഹൈ നോക്കൂ, 7,000 പോയിൻ്റ് എന്ന് കണക്ക് കൂട്ടുക. ഇപ്പോൾ നിൽക്കുന്നത് 50,200 ഇവിടെ നിന്നാണ് കൂട്ടേണ്ടത്. 53,375 53,400 എന്ന് വയ്ക്കുക. 53,400 എന്ന് അതിൻ്റെ ഒരു 10% എന്ന് പറയുമ്പോൾ 5,350 6,000 പോയിൻറ്റിനകത്ത് അല്ലേ? അപ്പോൾ ഏകദേശം ശരി തന്നെയാണ്. ഒന്നുമില്ലെങ്കിൽ ഈ എൻഡിൽ വരാം, അതല്ലെങ്കിൽ ഈ ഒരു ലൈനിൽ വരാം. ഏതായിരുന്നാലും അപ്പോൾ കറക്റ്റാവും. ഒരു 5-10% ബാങ്ക് നിഫ്റ്റിയും നമ്മൾ നേരത്തെ തന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന രൂപത്തിൽ ഒരു ഡൗൺ ആകാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. അങ്ങനെ ബാങ്ക് നിഫ്റ്റി ഡൗൺ ആവുന്നതോട് കൂടിയിട്ട് നിഫ്റ്റിയും താഴത്തേക്ക് വരും. ഏതായിരുന്നാലും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകളുടെയൊക്കെ അവസ്ഥ ചിലപ്പോൾ ഒരു മൈനസ് തന്നെയായിരിക്കും, ലോസ് തന്നെയായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, കൂടുതൽ ലോസ് വരാത്ത വിധം. ഇനിയിപ്പം വീണ്ടും താഴേക്ക് തന്നെയാണ് മാർക്കറ്റെങ്കിൽ സ്റ്റോക്കുകളും മാർക്കറ്റ് ഈ നിഫ്റ്റിയുടെ കൂടെ താഴേക്ക് വരും. അങ്ങനെയാണെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് എക്സിറ്റ് അടിച്ച് മാറി നിൽക്കുക. പിന്നീട് ആ റേറ്റ് വരുമ്പോൾ വീണ്ടും ബൈ ചെയ്ത് പൊസിഷനിലിടുക. അതാണ് ഇപ്പോൾ ഇനി ഒരു മാർഗമുള്ളൂ. ഈ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നാളെ 51,320 മുകളിൽ അപ്പ് സൈഡിലേക്കും 49,870 താഴെ ഡൗൺ സൈഡിലേക്കും നമുക്ക് എൻട്രി എടുത്ത് പോകാം. ഫിൻ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ്. നമുക്ക് ഈ ഒരു 23,100 മുകളിൽ മേൽപോട്ടെടുക്കാം. താഴെ വരികയാണെങ്കിൽ 22,500 താഴെ ഡൗൺ സൈഡും എടുത്തു വരാം. ഫിൻ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്പെഷ്യൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം ബാങ്ക് നിഫ്റ്റി പോകുന്ന പോലെ തന്നെയാണ് കൂടെ കൂടുക. ഓക്കെ. മിഡ് ക്യാപ് നിഫ്റ്റി 1 അവർ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ആകുന്ന രൂപത്തിൽ തോന്നുന്നുണ്ടോ? ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ താഴത്തേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായിരുന്നാലും നമുക്ക് മറ്റുള്ള ഇൻഡെക്സുകൾക്ക് വരുന്നതിൻ്റെ കൂട്ടത്തിൽ തീർച്ചയായും വരണമല്ലോ. അപ്പോൾ ഒറ്റയ്ക്ക് ഇവിടെ മസിൽ പിടിച്ച് നിൽക്കാനൊന്നും മിഡ് ക്യാപ് നിഫ്റ്റിക്കും പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായും അതിൻ്റെ കൂട്ടത്തിൽ വരാനുള്ള സാധ്യതയും മാർക്കറ്റ് മൊത്തം ഒരു ഇപ്പോൾ ഏകദേശം ഒരു 5% അല്ലെ 3-5% വീണ്ടും ഒരു 3% കൂടെ താഴെ വരും എന്ന് തന്നെയാണ് നമുക്ക് ടെക്നിക്കലിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കൂ, 12,150 താഴെ നല്ല ഒരു ഫാള് പ്രതീക്ഷിക്കുക. അതല്ലാത്ത പക്ഷം
12,150 സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാം. ഇത് സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് തന്നെയായിരിക്കും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ സപ്പോർട്ട് എടുത്ത് പോകുന്ന ആ ഒരു ഏരിയ എത്തുക. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ചിത്രം മനസ്സിലായില്ലേ, മാർക്കറ്റ് താഴേക്ക് തന്നെയാണ് വരാൻ നിൽക്കുന്നത് എന്നുള്ളത്. ഓക്കെ, നേരെ തിരിച്ചും സംഭവിക്കാം. മാർക്കറ്റാണ്, എന്തെങ്കിലുമൊക്കെ വേൾഡ് പോസിറ്റീവ് ന്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഈ ഡൗൺ ട്രെൻഡൊന്നും നോക്കില്ല, അടിച്ച് കയറി മേപ്പോട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് നാളെ മിഡ് ക്യാപ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 12,630 മുകളിൽ അപ്പ് സൈഡിലേക്ക് എടുത്തു പോകാം. താഴത്തേക്ക് 12,300 താഴെ ഡൗൺ സൈഡിലേക്കും എടുത്തു വരാവുന്നതാണ്. അപ്പോൾ ഇതാണ് നാളെ നമുക്ക് ട്രേഡിംഗ് ചെയ്യാനുള്ള സെറ്റപ്പുകൾ. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഇതൊരു ട്രേഡിംഗ് റെക്കമെൻഡേഷനല്ല, ഞങ്ങളുടെ സജഷൻ മാത്രമാണ്. നിങ്ങൾ ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളൊരു 10,000 രൂപ കൊണ്ടാണോ വരുന്നത്, നിങ്ങൾക്ക് ഒരു 600 രൂപ ടു 1000 റുപ്പീസിനകത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഷോപ്പ് പൂട്ടിയിട്ട് വീട്ടിൽ പോകുന്നതാണ് നല്ലത്. പിന്നീട് വീണ്ടും കടയിലിരിക്കുന്നത് നല്ലതല്ല. അതേപോലെ തന്നെ 600 രൂപയോളം നിങ്ങൾക്ക് ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ പോയത് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം എന്നുള്ള ഇമോഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ 600ൻ്റെ കൂടെ വീണ്ടും ഒരു 1,200 പോയി ആകെ തലയ്ക്ക് വട്ട് ആയും. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ച് നഷ്ടപ്പെട്ടാലും നാളെയും നമുക്ക് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റും, നമുക്കായ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ട്രേഡ് അവസാനിപ്പിക്കുക. അതേസമയം പൂന്താനം പാടിയതുപോലെ 10 കിട്ടുകിൽ 100 വേണമെന്നും 100 കിട്ടുകിൽ സഹസ്രം വേണമെന്നും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. എത്ര കിട്ടിയാലും ആശ തീരാത്തവരാണ് മനുഷ്യർ. അതുകൊണ്ട് നിങ്ങൾക്ക് 600 to 1000 റുപ്പീസിനകത്ത് പ്രോഫിറ്റ് 10,000 വന്നു കഴിഞ്ഞാൽ ട്രേഡിംഗ് നിർത്താൻ ശ്രമിക്കുക. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 1,00,000 രൂപ ക്യാപിറ്റൽ വെച്ചിട്ട് ഒരു 10,000 രൂപ കിട്ടണമെന്ന് ഉദ്ദേശിച്ച് ട്രേഡിംഗ് ചെയ്യുകയും എന്നാൽ അതിലുള്ള 10,000 രൂപ കൊണ്ട് മാത്രം നിങ്ങൾ ട്രേഡിംഗ് നടത്തുകയും ചെയ്തിട്ട് 10,000 കിട്ടണം പറഞ്ഞാൽ നടക്കില്ല കേട്ടോ. നിങ്ങൾ എത്ര രൂപയാണോ ക്യാപിറ്റലിൽ, നിങ്ങളുടെ ഫണ്ട് ചിലപ്പോൾ 1,00,000 ഉണ്ടാവുമായിരിക്കാം, പക്ഷേ നിങ്ങൾ ട്രേഡിങ്ങിന് ഉപയോഗിക്കുന്നത് 10,000 ആണെങ്കിൽ ആ 10,000-നുള്ള പ്രോഫിറ്റ് 600 to 1000 ആണ്. ആ 1,00,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ ആ 1,00,000 കൊണ്ട് നിങ്ങൾ വിനിയോഗം നടത്തിയാൽ മാത്രമേ, ട്രേഡിംഗ് നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് 6,000 to 10,000 രൂപ പ്രോഫിറ്റ് വേണമെന്ന് വാശി പിടിക്കാൻ പറ്റൂ. ഓക്കെ, അതേപോലെ തന്നെ നഷ്ടവും 10,000 കൊണ്ട് ട്രേഡിംഗ് ചെയ്തിട്ട് നിങ്ങൾ 6,000 നഷ്ടപ്പെടുത്തരുത്. എൻ്റെ ക്യാപിറ്റൽ 1,00,000 ഉണ്ടല്ലോ പറഞ്ഞിട്ട് നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ. പ്രത്യേകം പറയാനുള്ളത്, നാളെ ഫ്രൈഡേ ആണ്, നല്ല ഹൈ വോളറ്റിലിറ്റി ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിച്ച് സുതാര്യമായ രീതിയിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.